അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മീഖാപ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. നേരായി നടക്കുന്നവന് എൻ്റെ വചനങ്ങൾ ഗുണകരമല്ലയോ? അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹൂദ രാജാവായ ഉസിയ രാജാവിൻ്റെ മകനായ യോഥാമിൻ്റെ മകനായ ആഹാസ് യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. യെരുസലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി. അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ അവൻ യഹൂദായിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികൾ ഉണ്ടാക്കി. തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. 2 ദിനവൃത്താന്തം 28-ാം അധ്യായം 24-25 വാക്യങ്ങളാണ് നാം കേട്ടത്. ആഹാസ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ യെരുസലേം നഗരത്തിൽ അടക്കം ചെയ്തു. ഇസ്രയേൽ രാജാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്നില്ല താനും. അവൻ്റെ മകനായ യെഹിസ്കിയാവ് അവന് പകരം രാജാവായി. 2 ദിനവൃത്താന്തം 28-ാം അധ്യായം 27-ാം വാക്യമാണ് നാം കേട്ടത്. യെഹിസ്കിയാവ് അഥവാ ഹിസ്കിയാവ് തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റപ്പണികൾ തീർത്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി കിഴക്കേ വിശാല സ്ഥലത്ത് ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞതെന്തെന്നാൽ, ലേവ്യരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്നും മലിനത നീക്കിക്കളവിൻ. 2 ദിനവൃത്താന്തം 29-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. 8 ദിവസം കൊണ്ട് യഹോവയുടെ ആലയം അവർ ശുദ്ധീകരിച്ചു. 1-ാം മാസം 16-ാം തീയതി തീർത്തു. 2 ദിനവൃത്താന്തം 29-ാം അധ്യായം 17-ാം വാക്യമാണ് നാം കേട്ടത്. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ ഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. 2 ദിനവൃത്താന്തം 29-ാം അധ്യായം 35-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും 36-ാം വാക്യവുമാണ് നാം കേട്ടത്. ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തികളും കഴിഞ്ഞ ശേഷം അശ്ശൂർ രാജാവായ സൻഹരീബ് വന്ന് യഹൂദയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നിമിത്തം ഹിസ്കിയ രാജാവും ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശ്ശൂർ രാജാവിൻ്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവൻ്റെ ഉദരത്തിൽ നിന്നും ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. തൻ്റെ പിതാവായ ആഹാസ് യഹോവയുടെ ആലയം മലിനമാക്കുകയും ആലയവാതിൽ അടയ്ക്കുകയും ചെയ്തു. ആഹാസിൻ്റെ മകനും ആ വഴിയെ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ മുറഷ്ഠനായ മിഖയാവ് എന്ന പ്രവാചകൻ സകല യഹൂദാജനത്തോടും പ്രവചിച്ചു, സിയോനെ വയൽ പോലെ ഉഴുതുകളയും, യെരുസലേം കൽക്കുന്നായും ഈ ആലയമുള്ള പർവ്വതം വനാന്തരഗിരികളായും തീരും എന്നിങ്ങനെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് ദൈവത്തെ ഭയപ്പെട്ടു. യിരെമ്യാ പ്രവചനം 26-ാം അധ്യായം 18-19 വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെട്ട ഹിസ്കിയാവ് പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേരാ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെ ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രയേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഗുഷ്ടാൻ എന്ന് പേരായിരുന്നു. അവൻ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. 2 രാജാക്കന്മാർ 18-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങളാണ് നാം കേട്ടത്. ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്കുള്ള സന്ദേശം എന്തെന്നാൽ, നേരോടെ നടക്കുന്നവർക്ക് കർത്താവിൻ്റെ വചനം ഗുണകരമാണ്. ഹിസ്കിയാവിൻ്റെ പിതാവ് ന്യായപ്രമാണം അനുസരിക്കാതെ ദൈവത്തോട് മത്സരിച്ച് യഹോവയുടെ ആലയവാതിൽ അടച്ചു കളഞ്ഞു.
അവൻ തൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടം അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ മകനായ ഹിസ്കിയാവ് അവൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് സകല അശുദ്ധിയും ദൈവാലയത്തിൽ നിന്നും നീക്കിക്കളഞ്ഞു എന്ന് നാം കേട്ടുകഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഹിസ്കിയാവിന് നേരെ വന്ന വലിയ സൈന്യത്തെ തകർക്കുവാൻ ദൈവം ഒരു ദൂതനെ അയക്കുകയും ശത്രു സൈന്യത്തെ തകർക്കുകയും ചെയ്തു. നാമും ദൈവവചനം അനുസരിക്കുവാൻ തയ്യാറായാൽ നമുക്കെതിരെ വരുന്ന സാത്താൻ്റെ സകല ആയുധങ്ങളുടെയും വായ്ത്തലം അടക്കുകയും ദോഷഭയം കൂടാതെ ജീവിക്കുവാൻ നമുക്ക് ഇടവരുത്തുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തെ അനുസരിച്ച് വിശുദ്ധിയോടെ പാപം ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് കർത്താവിൻ്റെ വചനം ആശ്വാസം നൽകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവവചനം അനുസരിക്കുന്ന തൻ്റെ മക്കളോട് കർത്താവ് വളരെ ആർദ്രതയോടെ സംസാരിച്ചിട്ടുണ്ട്. അവൻ ഇന്നും അപ്രകാരം സംസാരിക്കുന്നവനാണ്. അതിനുദാഹരണമാണ് ദാനിയേൽ. വചനം പ്രമാണിച്ച ദാനിയേലിനെ പ്രിയ പുരുഷനായ ദാനിയേലെ എന്നാണ് ദൂതൻ വിളിച്ചത്. കരുണയോടെ വിളിക്കുക മാത്രമല്ല, അഗ്നി പരീക്ഷയിൽ കൂടെ ഇരുന്ന് സിംഹങ്ങളുടെ വായ അടയ്ക്കുകയും ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല എന്ന് 84 സങ്കീർത്തനം 11 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവചനപ്രകാരം നീ അടിയൻ നന്മ ചെയ്തിരിക്കുന്നു എന്നാണ് ദാവീദ് 119 സങ്കീർത്തനം 65 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൽപ്പന പ്രമാണിക്കുന്നവർക്കൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് സഭാപ്രസംഗി 8 അധ്യായം 5 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷികളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നുവെന്ന് 25 സങ്കീർത്തനം 10 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം നമ്മോട് വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം, ലോകത്തിൻ്റെ പാപങ്ങൾ വെറുക്കുവാൻ നാം തയ്യാറായാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമുക്ക് നല്ല സ്നേഹിതനായി നമ്മോടുകൂടെ വസിച്ച് നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുകയും നമുക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ഇടതരികയും ചെയ്യുമെന്നാണ്. ആയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിച്ച് നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാം. മറ്റാരെ പ്രസാദിപ്പിച്ചാലും നാം വഞ്ചിക്കപ്പെടും. എന്നാൽ യേശുവിൽ നാം ആശ്രയിച്ചാൽ അവൻ നമ്മെ ചുമക്കുകയും നമ്മെ കരങ്ങളിലെടുത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആകയാൽ വിശ്വസ്തയുടെ മാർഗം നമുക്ക് പിന്തുടരാം. നമ്മുടെ ഹൃദയത്തിൽ യാതൊരു നീതികേടും അശുദ്ധിയും വരാതെ നമുക്ക് സൂക്ഷിക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുത്ത് സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രത്യാശ നഷ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സർവാശ്വാസവും പ്രത്യാശയും നൽകി അങ്ങ് അവരെ വീണ്ടും ജീവിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.